ഏകാർത്ഥസമ്പ്രത്യേ ഏകസ്യ അർത്ഥസ്യ നിർണയേ ഷഡ്രാശിസ്ഥിതിയാഹ. അപ്പോൾ ഒരു കാര്യത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 6 ആരൂഢം പ്രതി വേണം ചിന്തിക്കാൻ, പ്രശ്നം ചിന്തിക്കാനാണ്. നമ്മള് ഒരു തർക്ക വിഷയമോ അല്ലെങ്കിൽ ഒരു നിയമ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോണ സമയത്ത് ഒരു കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. അവിടെ എങ്ങനെ നമ്മൾ വിധി പ്രഖ്യാപിക്കുക? സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ 6 സാക്ഷികളാ. ഒരു പ്രശ്നത്തിൽ 6 ആരൂഢാണ്. അവിടെ ഷഡ്രാശിന്യാഹ പ്രശ്നാദോ ഏകസ്ഥാ ഉദയ. ആദ്യം അതില് ആരൂഢോദയ ലഗ്നാംശ എന്നുള്ള പറഞ്ഞ ആ വിഷയത്തില് ഏകസ്ഥാ ഉദയ ഒന്ന് ഉദിച്ച രാശിയാണ്. അപ്പൊ നമ്മള് പ്രശ്നം വെച്ച സമയം 10:57 എന്നാണ്. ഇത് വൃശ്യമാസമായതുകൊണ്ട് വൃശ്യം രാശിയിലാണ് സൂര്യൻ ഉദിക്കുക. ഉദിച്ച് മകരം രാശിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ തറവാടിന്റെ പ്രശ്നം ഇവിടെ വെച്ച സമയം. അതാണ് ഏകസ്ഥാ ഉദയ. അപരഹ ആരൂഢ. പിന്നെ നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥിച്ചു വെച്ച ആരൂഢാണ്, അത് തുലാം രാശിയാണ്. തൃതീയ ഉദ്യനവാംശ രാശി. അപ്പൊ മൂന്നാമത് വരുന്നത് ഉദ്യനവാംശ രാശി എന്ന് പറഞ്ഞാൽ ഉദയരാശിയെ സ്ഫുടം ചെയ്ത് അതിന് 9 ഭാഗങ്ങളാക്കി കിട്ടിയത് നമുക്ക് ചിങ്ങം രാശിയാണ്. ചതുർത്ഥ ഛത്രരാശി സൂര്യന്റെയും ഭൂമിയുടെയും ഗതിക്കനുസരിച്ച് വീതിഭവനങ്ങളെ കണക്കാക്കി കിട്ടിയ രാശി, അത് കന്നി രാശിയാണ്. സ്പൃഷ്ടാംഗ രാശിയ ഒരു മനുഷ്യ ശരീരത്തെ 12 രാശികളായിട്ട് വിഭാഗം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് പിന്നെ ഈ വരാംഗം ആനനം മുരസ് ഈ ഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് അത് മിഥുനം രാശിയാണ്. ചന്ദ്രാധിഷ്ഠ രാശിയാന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് ചന്ദ്രാധിഷ്ഠ രാശി ഇന്ന് ചതയം നക്ഷത്രം. അപ്പൊ നക്ഷത്ര പ്രധാനമാണ്. ഇത് കുംഭക്കൂറാണ്. അതാണ് ഈ ഷഡാരൂഢങ്ങൾ. ഇതാണ് 6 ആരൂഢങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ പ്രഥമമായിട്ട് നമ്മള് ആദ്യമായിട്ട് ഒരു ഈശ്വരാനുഗ്രഹത്തെ ചിന്തിക്കണം എന്ന് പറഞ്ഞു. പ്രത്യക്ഷത്തിൽ ഈശ്വരാധീന കുറവുണ്ട് എന്ന് നമ്മൾ കണ്ടു. അപ്പോ ഈ സാക്ഷികളൊക്കെ വിസ്തരിക്കണം ഈ സമയത്ത് എന്നാ പറയണ്ടേ. സർവേശ്വരാണാം ദിശയസ്തി നിത്യം സാന്നിധ്യമസ്മാൽ ദിശേനുകൂലേ പ്രായോനുകൂലാഹ സകലാസേവാഹ സൽപ്രാതികൂല്യേ സദാനുകൂലാഹ. എല്ലാവിധ ഈ നവഗ്രഹങ്ങളിലും ഈശ്വര സാന്നിധ്യങ്ങൾ ഉണ്ടെങ്കിലും തന്നെ ഈ വ്യാഴത്തിൽ സർവേശ്വര കാരകത്വം വ്യാഴത്തിലായതുകൊണ്ട് ആ വ്യാഴത്തിന്റെ ഇഷ്ടഭാവസ്ഥിതിയാണ് ഇവിടെ പരിശോധിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ വ്യാഴം ആരൂഢത്തിൽ നിന്ന് അല്ലെ അഷ്ടമത്തിൽ പറഞ്ഞു വെക്കാല്ലേ. അതെ, മറഞ്ഞു. ഉദയത്തിൽ നിന്ന് ആരൂഢ ഉദയത്തിൽ നിന്ന് ഇവിടെ 5-ാം ഭാവത്തിൽ പ്രസാദിച്ചു. ആരൂഢോദയ ലഗ്നാംശ അംശം 10 ചിങ്ങത്തിന് 10 പ്രസാദിച്ചു. ഛത്രാരൂഢത്തിന് 9 പ്രസാദിച്ചു. കൃഷ്ണാംഗരാശിയ 10 കാണിച്ച രാശിന്ന് 12 മറഞ്ഞു. 12 മറഞ്ഞു. ചന്ദ്രാദിത്യ 4 പ്രസാദിച്ചു. അപ്പൊ 6 ആരൂഢത്തിന് 4 ആരൂഢം പടിയും വ്യാഴം പ്രസാദിച്ച് നിൽക്കുകയാണ്. 2 ആരൂഢത്തിനെയും മറന്നിട്ടുണ്ട്. അപ്പൊ ഒട്ടും കൂടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോ ഈ തറവാട്ടിലേക്ക് വളരെ ഒരു ഈശ്വരാധീനമുള്ളതായ തറവാടായിട്ട് കാണുന്നുണ്ട്. ഈ ഭൂരിപക്ഷ ആരൂഢത്തുനിന്ന് വ്യാഴത്തിന്റെ ഇഷ്ടഭാവസ്ഥിതി ഉണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ പോലെ ഈ ഹൃദയാരൂഢാദ്യം യദ്വൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഉദയാരൂഢത്തിനും ആരൂഢത്തിനും അതീവ പ്രാധാന്യമുണ്ട് ഈ 6 സാക്ഷികളിലെ. നമ്മൾ പ്രാർത്ഥിച്ച് വെച്ച ആരൂഢത്തുനിന്നാണല്ലോ അഷ്ടമത്തിൽ തത്രാധികഷ്ടോഷ്ടമാണ് വന്നതുകൊണ്ട് ഭൂരിപക്ഷ ആരൂഢങ്ങളില് നിങ്ങളെ പൂർവികരൊക്കെ ചെയ്ത സുഹൃത കർമ്മങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഭൂരിപക്ഷ ആളുകളും പറയുന്നു നിങ്ങളെ ഈ തറവാട്ടിക്ക് ദൈവാധീന്യം ഉണ്ടെന്ന്. എങ്കിലും ശരി, പ്രത്യക്ഷമായിട്ട് ഈ പ്രശ്നാരൂഢത്തുനിന്ന് വ്യാഴം പറഞ്ഞത് നന്നായില്ല. പ്രധാനാരൂഢാണ്. അതെ, പുനഃ ആയുഷ്ചിന്തി എന്നല്ലേ. കാരണം ഇവിടെ അഷ്ടമത്തിൽ ഗുളികളുടെ ഒരു പ്രശ്നമാണ്. വ്യാഴത്തിന് അഷ്ടമത്തിലെ വ്യാഴത്തിനോടുകൂടി ഗുളികൻ ഗുണഫലത്തെ അല്ലല്ലോ അവിടെ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു മൃദുലക്ഷണം നമുക്ക് അടുത്ത കാലഘട്ടത്തിലേക്ക് ഉണ്ടാവാൻ ഇടണ്ട് എന്നല്ല ഈ തറവാട്ടിലെ. ഈ 6-ാം ഭാവാധിപത്യവും അല്ലെ വന്നല്ലോ. അപ്പൊ ആ ജീവസിനുണ്ടാവുന്ന നഷ്ടം തന്നെയല്ലേ അവിടെ ചിന്തിക്കേണ്ടി വരിക. അപ്പൊ വ്യാഴം നമുക്ക് അനുകൂലമായി തീരില്ല. അപ്പൊ ഈ പ്രശ്നം വെച്ചോണ്ട് ഒരു മരണം സംഭവിച്ചു എന്ന് ആരും ചിന്തിക്കരുത്. ഇങ്ങനെ അതാണ് അതന്നെ താമസ്യോ ധ്രുവം മുക്തിയോ ജനിച്ചാ മരണം ഉണ്ട് എന്നാ. ഒരു സംശയമൊന്നുമില്ല. എന്നാണോ നാളെയെന്നൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ ഒരു മരണം അടുത്ത കാലഘട്ടത്തിൽ ഒരു മൃത്യു ഈ തറവാട്ടിൽ
സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് കാണുന്നു. അത് മാന്യരാശി മതിക്രാന്തി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു സുതമത നവമാന്ത്യലക്തരണ്ട്. അപ്പോ ഇത് ഒരു വർഷത്തിന്റെ ഉള്ളിലാണ് സംഭവിക്കുക. അതിൽ ഏറ്റവും പ്രധാനം ഇടവമാസം വരെയാണ്. ഇനി വരുന്ന ഇടവമാസത്തിന്റെ ഉള്ളിൽ ഈ തറവാട്ടിലൊരു മൃത്യു സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ അത് രോഗിയാണോ, സ്വസ്ഥനായ ഒരാളാണോ മരിക്കുക, അല്ലെങ്കിൽ രോഗമുള്ള ഒരാളാണോ മരിക്കുക എന്ന് ചിന്തിക്കാലോ. ഇത് ഈ ചിന്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഈ ദൈവാനുകൂല്യം പ്രതികൂലതാമ വിചാരസത്യം പ്രതികൂലതായ ഇങ്ങനെ ഉണ്ടാവുന്ന ദോഷവശങ്ങളെ കണ്ടെത്തിയിട്ട് നമുക്ക് അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വിശദമായിട്ട് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് താൻ ബാധി ദൈവം ബാധി എന്നല്ലേ നമ്മൾ പരിശ്രമിച്ചു നോക്കുക അങ്ങനെ സംഭവിക്കാതിരിക്കാന്. ബാക്കിയൊക്കെ ദൈവത്തിന്റെ അടുത്താണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രസ്തുസ്ഥാരാത്രികോണെ സ്ഥിതവതി ഗുളികയെ ജന്മചന്ദ്രാഷ്ടമേവാണ് പ്രഷ്ടാവിന്റെ താരാത്രികോണങ്ങളില്. അപ്പൊ ഇവിടെ രോഹിണിയത്വം ത്രികോണം, ഗുളിക നക്ഷത്രം ഏതാ? കാർത്തികേ വരിക. അപ്പോ പ്രഷ്ടുസ്ഥാര ത്രികോണേന്ന് വരില്ല. പ്രഷ്ടുസ്ഥാര ത്രികോണെ സ്ഥിതവതി ഗുളികെ ജന്മചന്ദ്രാഷ്ടമേവ, ജന്മത്തിന്റെയോ ചന്ദ്രന്റെയോ അഷ്ടമത്തിൽ അല്ലേ? അതിപ്പോ പ്രസ്താവിന്റെ അല്ലേ? അത് വന്നിട്ടില്ലല്ലോ. മാന്യാശ്രിതഭവനപതോ നക്ഷത്രേശൻ മാന്യാശ്രിതഭവനപതി ആവുക. നക്ഷത്രേശൻ രോഹിണിയത്തിലോണം ചന്ദ്രനാ, മാന്യാശ്രിതഭവനപതി അല്ല. സത്യവിപ്രഷ്ടപക്ഷേ അല്ലേ? ആരൂഢത്തിന്റെ അഷ്ടമത്തില് പണം വെച്ചതിന്റെ അഷ്ടമത്തിൽ കുടിക്കുന്നത് ദോഷമായി. നിഹിത ഇഹ പണി അല്ലെ? നിഹിത ഇഹ പണയല്ലേ? പ്രശ്നോടുർമാന്യകോടു ഹൃദയപതിഷു ഷഡ്സ്വസ്തു പ്രശ്നോടു നക്ഷത്രം, പ്രശ്നോടു നക്ഷത്രം അല്ലേ? ഇപ്പൊ പ്രശ്ന നക്ഷത്രം നമ്മളവിടെ അവിട്ടല്ലേ? അവിട്ടല്ലേ വേണ്ടത്? ഇത് കാർത്തികയല്ലേ? അവിട്ടം, ചതയം, പൂരോറ്റാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, 8 3-5 വരെ ഒന്നല്ലേ? അപ്പൊ അതിൽ ഏറ്റവും ഒരു നിയമം കാണിച്ചത് ഒന്നല്ലേ? ഒന്നേ ഉള്ളൂ അല്ലേ? അവിടെയാണ് ഒരു വിഷയം ഉണ്ടാക്കിയ. പിന്നെ നിഹിത ഇഹ പണയെന്ന് വന്നത് കൊണ്ടേ ആരൂഢത്തിന്റെ അക്ഷമത്തിലാണല്ലോ ഈ ഗുളികം വന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ നിയമം ഒന്നും കൂടി ഇവിടെ സംഭവിച്ചാലല്ലേ അത് ഉണ്ടാവുള്ളൂ. അല്ലെ? ഭാവിയിലേക്ക്. ഇപ്പൊ നേരത്തെ നമ്മളൊരു മരം പൊട്ടി വീണ ഒരു കഥയൊക്കെ പറഞ്ഞല്ലോ. ഇതേപോലെ ഭാവിയിലേക്ക് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ അല്ലെ ഒരു ഫലങ്ങളുമായിട്ട് ഇവിടെ വരണ്ടേ? ആയാനോ വിജസ്യതിവ യദ്വത്വ പ്രതാഗമോ എന്നല്ലേ? ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു നമ്പൂതിരി ഈ ക്ഷേത്രത്തിലേക്ക് വരണം. ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാലും ഈ മൃത്യു സംഭവിക്കും എന്ന് പറയണം. 2 നിയമമാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ ദിക്കുകളിൽ ഒരു മരം പൊട്ടി വിടണം, അതല്ലെങ്കിൽ പിന്നെ ഒരു ബ്രാഹ്മണൻ ഇവിടെ വരും കുറച്ച് ഫലങ്ങളൊക്കെ ആയിട്ട് എന്നാ പറയാ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൃത്യു, ഈ തറവാട്ടിൽ ഒരു മൃത്യു സംഭവിക്കും. അത് സ്വസ്ഥ മൃത്യു ആണ്, പെട്ടെന്നുണ്ടാവുന്ന മരണമായിരിക്കും. സ്ഥിരരാശിയിൽ നിൽക്കുന്ന ഗ്രഹമാണ്. രോഗിയായിട്ടുള്ള ഒരാൾക്കല്ല മരണം സംഭവിക്കുക, പെട്ടെന്നുള്ള ഒരാൾക്കാണ് സംഭവിക്കുക. അത് ഈ വ്യാഴമൊക്കെ ആയതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സന്തതി വിഷയത്തിലേക്ക് അതിന്റെ ബോധിതം കാണുന്നു. പുത്രജന്മവിഭക്തിഭ്യോ അല്ലെ? പുത്രകാരകൻ വ്യാഴത്തോടു കൂടി നിൽക്കുക. ഈ പുത്ര സന്താന സ്ഥാനത്തിന്റെ കേന്ദ്രസ്ഥനാണ്. ഈ സന്താന സ്ഥാനത്താണ് സദ്യോരിഷ്ട യോഗം കാണിച്ചത്. സന്താന സ്ഥാനത്തിന്റെ കേന്ദ്രസ്ഥനാണ് ഈ ഗുളിക. ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഇതൊരു സന്താനത്തിനാണ് സംഭവിക്കുക. അപ്പൊ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് ഒരു മകൻ മരിച്ച ദുഃഖം ഈ അച്ഛനമ്മമാരെ അനുഭവിക്കേണ്ടി വരും. അത് തീരാ ദുഃഖ എന്നാലോചിച്ച് നോക്കി. പുത്രജന്മ വിപത്തിഭ്യോ ന പരം സുഖദുഃഖയോഹോ എന്നല്ലേ? നമുക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്താന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞ് ജനിക്കുക. അതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു വലിയൊരു സുഖം വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ. ഇനി ദുഃഖോ ഒരു സന്താനം നഷ്ടപ്പെടുന്നതിൽ ഉപരി ഒരു ദുഃഖവും നമ്മളെ ജീവിതത്തിൽ ഇല്ല. ആ അച്ഛനമ്മമാർക്ക് ആ ജീവിതം കഴിയും തോറും അല്ലെ മരണാസന്റെ കിടക്കുമ്പോഴും ആ സന്താനത്തെ കുറിച്ച് ദുഃഖം അനുഭവിക്കും, വിഷമുണ്ടാവുന്ന. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സന്തതി പരമ്പരയ്ക്ക്, ഒരു സന്താനത്തിന് ഒരു മൃത്യു സംഭവിക്കാനുള്ള ഒരു യോഗം ഇവിടെ കാണിച്ചത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരാകണം.
നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് വേണം ഇതിനിറങ്ങാൻ. എന്തിനു വേണം ഈ പ്രശ്നം ചിന്തിച്ചത് അല്ലെങ്കിൽ ഇതിന്റെ പരിഹാരത്തിന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കുടുംബത്തിന് അല്ല, എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എൻ്റെ സന്താന പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് ചെയ്യുന്നത്. അവിടെ പരസ്പരം ഉണ്ടാവുന്ന ഒരു വിഷയങ്ങൾക്കും ഇവിടെ ബാധകമല്ല. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനിറങ്ങുന്നത് എന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ട് എല്ലാവരും കൂട്ടമായിട്ട് പ്രവർത്തിക്കണം. ഇവിടുന്ന് അമ്മ പറഞ്ഞു തരിക കേട്ടോ അല്ലേ. അപ്പൊ ഒരു ഏതായാലും ഒരു മൃത്യുഞ്ജയ ഹോമം അധികം വഴുകാതെ കണ്ടിട്ട് ഇവിടെ വെച്ചിട്ട് ചെയ്യണം. അതിൽ ഈ ഗുളിക നക്ഷത്രം ഏതാ വരിക? കാർത്തിക ഉത്രോത്രാട നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പേരിൽ പ്രത്യേകം ഒരു വർഷം വരെ ശിവ